അപ്പം മക്കളെ, എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇവിടെ നല്ല മഴയാണ് കേട്ടോ. ഈ വീഡിയോ ഞാൻ ഇന്നലെ ഫോർട്ട് കൊച്ചിയിൽ പോയി അപ്പോൾ കണ്ട കാഴ്ചയാണ്. നമ്മുടെ ജലകന്യകമാർ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ച എത്ര കണ്ടാലും മതി വരില്ല എൻ്റെ മക്കളെ. ഒരു ജങ്കാറ് ഇങ്ങോട്ട് വരുന്നു വൈപ്പിൻകരയിലേക്ക്, ഒരു ജങ്കാറ് അങ്ങോട്ട് പോകുന്നു ഫോർട്ട് കൊച്ചിയിലേക്ക്. കണ്ടു നിൽക്കാൻ തന്നെ നല്ലൊരു കാഴ്ചയാണ് എൻ്റെ മക്കളെ, ഒന്നും പറയണ്ട. എന്നെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒക്കെ പറഞ്ഞയച്ചതാണ് കേട്ടാ, വണ്ടിയിൽ നിന്ന്. ഞാൻ പോയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ നിന്ന്. മൂപ്പരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക, മൊബൈൽ വെള്ളത്തിൽ പോകും നീ വീഡിയോ എടുക്കാൻ നിന്നാൽ, അല്ലെങ്കിൽ വല്ലവർ പിടിച്ചുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിച്ച്. ഞാനിങ്ങനെ കാഴ്ചകൾ കണ്ട് നിൽക്കണം. എന്ത് രസമാണ് മക്കളെ കാണാൻ, എത്ര കണ്ടാലും മതി വരില്ല. ഇപ്രാവശ്യം ആൾക്കാർ കുറവാണ് കേട്ടോ, മറ്റേ ഫുള്ള് ആൾക്കാരായിരിക്കും. ജങ്കാറ് കരക്കടുപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഇങ്ങനെ ഞങ്ങളൊരു സ്വന്തക്കാരുടെ വീട്ടിൽ പോയതാണ് കേട്ടോ കൊച്ചിയിൽ. അങ്ങനെ ഇത് തിരിച്ച് വരണ നേരത്ത് എടുത്ത വീഡിയോ ആണ്. ടിക്കറ്റ് എടുക്കാൻ പോയതാണ് വീണ്ടും. അപ്പോഴെന്താ നമ്മളെ ഒരു കപ്പൽ പോണ്. അപ്പം ഞാൻ അവിടെ നോക്കി നിന്ന് എന്തായാലും ഇതൊക്കെ ഒരു പടച്ചോൻ്റെ ഒരു കുതിർത്തൊന്നല്ലാണ്ട് എന്ത് പറയാനാ. ഇത്ര വലിയ കപ്പലൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ കൂടെ പോവുക, അതിൻ്റെ എരിയത്തിൽ കൂടെ. അതിൻ്റെലും ചെറിയ ഇത് ഞങ്ങൾ ജങ്കാറിൽ നിന്ന് ഇറങ്ങാൻ പോകുന്ന ദൃശ്യങ്ങളാണ് കേട്ടോ. അവിടെ തിരിച്ച് വൈപ്പിൻകരയിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ്. ഇവിടുന്ന് പോകുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കും കാറിൽ നിന്ന് ഇറങ്ങി ജങ്കാറിൽ ഇറങ്ങി നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന്. പിന്നെ അവിടെ എത്തുമ്പോൾ എനിക്കൊരു പേടിയാണ്. അപ്പോൾ ഓരോരുത്തരൊക്കെ ഇങ്ങനെ നിന്നിട്ട് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കൊതിയാവും എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇൻഷാ അല്ലാഹ് എന്തായാലും പോകുമ്പോൾ ഞാൻ ഇറങ്ങി നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കും, വീഡിയോ ഒക്കെ എടുക്കും. അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ജങ്കാറ് അടുക്കാനായിട്ടുണ്ട് വൈപ്പിൻകരയിലേക്ക്. കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. നല്ല രസമാണ് കാണാൻ, നല്ല കാഴ്ച. എല്ലാവർക്കും നല്ല നല്ല കാഴ്ചകൾ കാണാനൊക്കെ ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് തന്നെ പറയാം. ചിലരൊക്കെ സ്ഥിരം യാത്രികരാണ് കേട്ടോ. അവർക്കൊന്നും അത്ര വലിയ ഒരു കാര്യമെന്നായിട്ട് തോന്നൂല ചിലപ്പോൾ യാത്രകൾ. പക്ഷെ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷവും നല്ലൊരു കാഴ്ചകളൊക്കെയാണ് ആ സമയത്ത് കിട്ടണത്. എല്ലാവരും ഇറങ്ങുന്നുണ്ട്. ഇറങ്ങിക്കോ, എല്ലാവരും ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് രാത്രി 7:30-8 മണിയോളം ആയിട്ടുണ്ട് തിരിച്ച് ഇറങ്ങുമ്പോൾ. ഈ വാട്ടർ ബോട്ടുണ്ട് അവിടെ, അതെന്താ ഇനി പറയുക. അതിലും ആൾക്കാർ യാത്ര ചെയ്യുന്നുണ്ട്. ഇഷ്ടംപോലെ കാഴ്ചകൾ കാണാൻ പറ്റും നമുക്ക് അവിടെ പോയാൽ. വൈപ്പിനെത്തിയിട്ടാ ജലബോട്ടുകളാണ് ഈ പോണത്. നമുക്ക് ടൂറിസ്റ്റുകളായിട്ട് പോണ ബോട്ടുകളും. ഇത് ഞങ്ങൾ പകലത്തെ കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഞങ്ങൾ റോഡിലൂടെ പോയപ്പോൾ കണ്ട കാഴ്ച കേട്ടാ. ഒരു സായിപ്പ് ചേച്ചി അതിലുമ്മ കുടുങ്ങിയ ഡ്രസ്സ് എടുക്കണ കാണുന്നത്. ഇത് തിരിച്ച് വരുമ്പോഴത്തെ കാഴ്ചയാണ്. നമ്മൾ കപ്പൽ എത്ര കണ്ടാലും നമുക്ക് മതിയാവില്ല. കടലും കപ്പലൊക്കെ അതുപോലെയല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞയച്ചാണ്. ഞാൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ കപ്പൽ ഫോട്ടോ എടുക്കണം. ഇഷ്ടംമാതിരി ടൂറിസ്റ്റ് ബോട്ടുകൾ പോകുന്നുണ്ട് അവിടെ. എറണാകുളത്തേക്കും അവിടേക്കും ഇവിടേക്കും ഒക്കെ ആയിട്ട്. കണ്ടിട്ട് കൊതിയാവുണ്ടിട്ട് അതിലൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. എപ്പോഴെങ്കിലും അതിനൊക്കെയുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇത്ര വലിയ കപ്പൽ വെള്ളത്തിൽ കൂടെ പോകണമെന്ന് ആലോചിക്കുക. ബോട്ടുകൾ ഇതൊക്കെ ടൂറിസ്റ്റ് ബോട്ടുകളാണ്, ചെറിയ ബോട്ടുകൾ. ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ 3 ജങ്കാറ് തിരിച്ച്
പോയതിന് ശേഷമാണ് 4-ാമത്തേലാണ് ഞങ്ങൾക്ക് കയറാൻ പറ്റിയത്. ഈ ജങ്കാറ് പോണ്ടിട്ടതിൽ ഞങ്ങൾക്ക് കയറാൻ പറ്റിയിട്ടില്ല. പകൽ 3 മണി വരെ ഒരു ജങ്കാറും 3 മണിക്ക് ശേഷം 2 ജങ്കാറുമാണ് അവിടെ ഉള്ളത്. 2 ജങ്കാറുണ്ടാകുമ്പോൾ വേഗം പോവാം ആൾക്കാർക്ക്. ഈ ജങ്കാറ് നിൽക്കണേൻ്റെ ഏരിയത്തിൽ കൂടെയാണ് കപ്പൽ പോണത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വന്നിട്ട് ഇത് നമ്മളെ കൊടുങ്ങല്ലൂർ CI സെൻറ്റർ CIയുടെ ഓഫീസിൻ്റെ ഭാഗം ഉണ്ടല്ലോ, സർവീസ് റോട്ടിൽ, അവിടുത്തെ ഹോട്ടലിൽ കയറിയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. എവിടെയെങ്കിലൊക്കെ ഒന്ന് പോകുമ്പോഴല്ലേ ഇങ്ങനെ പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിക്കുക. അങ്ങനെ ഞാനവിടെ തിന്ന് ഇങ്ങനെ രാത്രിയായില്ലേ, ഞങ്ങൾ 2-3 ഷവർമ്മ തിന്നു. ഞാനൊക്കെ മോളുണ്ടായിരുന്നു. ഒരു ബോധമില്ലാണ്ടായി. എന്ത് വലിയ ഷവർമ്മയാണ് മക്കളെ, 130 ഉറുപ്പിയാണ്. എന്തായാലും വേണ്ടില്ല, വയറൊക്കെ നല്ലോണം നിറച്ച്. വീട്ടിൽ വന്നിട്ട് പിന്നെ അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ബോധം കെട്ട് കിടന്നുറങ്ങി. ഇൻഷാ അല്ലാഹ് നേരെ വെളുത്ത്